സതീശൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭരണപരിചയം ഇല്ല എന്നുള്ളൂ. സിസ്റ്റം എങ്ങനെ ചലിപ്പിക്കണം സതീശൻ നന്നായിട്ട് അറിയാം. ഹൈക്കമാൻഡ് ഇടയ്ക്ക് വെച്ച് ഏവരുടെ അങ്ങനെ സംഭവമുണ്ട്. നന്നായി കളിക്കുന്ന കളിക്കാരെ ചിലപ്പോൾ ചവിട്ടി കളയും. കെ കരുണാകരനെ ചവിട്ടി കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകേണ്ടതായിരുന്നു. ഈ മൈനോറിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ പിടിച്ചു നിന്നതാണ്. അങ്ങനെ ഹൈക്കമാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത കരുണാകരനും ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഫേസ് സതീശനായി. വലിയ ഈ ബാറുകളും എല്ലാം തന്നെ സിറിയൻ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസാണ് നടത്തുന്നത്. ഈഴവരാണ് ചെറിയ 2 സ്റ്റാർ ബാർസ് നടത്തുന്നത്. ഈ ബ്യൂറേഴ്സിനൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ ഗുണം വീര്യം കുറഞ്ഞ മധ്യത്തിൽ ഗുണം കിട്ടാൻ പോകുന്നത് ബേസിക്കലി അവർക്കാണ്. BS-ൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പാർട്ടീനെ ഇവർ പിടിച്ചടക്കി. BS-ന് വേണം അതിനെ പൊളിക്കാമായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി. പക്ഷേ BS ഒരിക്കലും അത് പൊളിക്കാൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ ജോസഫ് സി മാത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ BS-ൻ്റെ കുടുംബം സമ്മതിച്ചില്ല. അതുകൊണ്ട് കേരളത്തിന് തന്നെ നഷ്ടപ്പെട്ടു, കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു. കേരളത്തെ കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പിണറായി. ഇതാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. ജനങ്ങൾ ആ ഭരണത്തിനെതിരായിട്ടല്ല വിലയിരുത്തിയത്, ചില ആറ്റിറ്റ്യൂഡുകൾക്കെതിരെയാണ് ജനം വിലയിരുത്തിയത്. പിന്നെ BJP എന്നുള്ള ഭീഷണിക്കെതിരെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. VD സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നിലപാടുകളുടെ രാജകുമാരൻ, UDF-നെ മുന്നിൽ നിന്ന് നയിച്ച അധികാരത്തിലേറി ഇപ്പോൾ തീരുമാനങ്ങൾ പലതും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുന്ന തരത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു. അതിനിടയിൽ ഇതാ വരുന്നു വിവാദങ്ങളുടെ 1-2 തീരുമാനങ്ങൾ. അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാകുമോ എന്ന് ഏവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ അതിജീവിക്കുവാൻ ഉള്ള ചങ്കൂറ്റം തനിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്ഫുരിക്കുന്ന ആത്മവിശ്വാസമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. സതീശൻ്റെ നേതൃപാടവമാണ് നമ്മളിന്ന് ചർച്ചയാക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സതീശനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ശൈലി നമ്മൾ കുറേ സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭരണത്തിലേറുമ്പോൾ ഭരണപരിചയമില്ലാത്തൊരാൾ, MLA മാത്രമായിരുന്ന ഒരാൾ, ഒരു മന്ത്രി പോലും ആയിട്ടില്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകുന്നു, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇനിയുള്ള തീരുമാനങ്ങൾ ഒക്കെ തന്നെയും ചിലപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞുകുത്തിയേക്കുമെന്നൊക്കെ പലരും നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് മുന്നിലുണ്ട് സ്ട്രെയിറ്റ് അവേ മുഖ്യമന്ത്രിയായിട്ടുള്ള പലരും നമുക്ക് മുന്നിലുണ്ട്. അവരിൽ നിന്നൊക്കെ തന്നെ VD സതീശൻ വ്യത്യസ്തനാണോ? അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഭരണദിനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? എന്തിനാണ് പറയണത്? ഈ നല്ല ഭരണപരിചയമുള്ള പല ആളുകൾ മുഖ്യമന്ത്രി ഇവിടെ എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ EMS അച്യുതമേനോനും കരുണാകരനും ഒക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിൽ അത് നിലനിർത്തിക്കൊണ്ട് പോയി എന്നല്ലാതെ വേറെ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഭരണപരിചയത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്കൊന്നും ഒരു വിഷൻ വേണം, സിസ്റ്റത്തെ ചലിപ്പിക്കാൻ അറിയണം. അപ്പോൾ മാണി സാർ ഏറ്റവും വലിയ ഭരണപരിചയമുള്ള ആളെ. മാണി സാർ സിസ്റ്റം കൊണ്ടുവരുന്നതിന് മാണി സാറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഓക്കെ, അതാണ്. അപ്പം ഭരണപരിചയം എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ EMS ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ എടുത്തതും. ഇന്നത്തെ ഞങ്ങളാണ് കേരളത്തിന് അടുത്ത ഘട്ട EMS ഗവൺമെൻറ്റാണ്. എന്ത് ഭരണപരിചയം EMS ഉണ്ടായിരുന്നത്? അച്യുതമേനോൻ ഉണ്ടായിരുന്നത്. അതൊന്നും വലിയ കാര്യം. അത് നിങ്ങൾ പത്രക്കാർ നിങ്ങൾ ഓരോ കുറ്റം കണ്ടുപിടിക്കല്ലോ, മക ഇടത്തായി മക വലുത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അത്രേ ഉള്ളത്. ഇച്ഛാശക്തി വേണം, വിഷൻ വേണം, ഇച്ഛാശക്തി വേണം. നിങ്ങൾ മുഖ്യമന്ത്രി ആയാലും നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്കാവും, പ്രശ്നമൊന്നുമില്ല. അതിന് കാരണം ആനിരാജ പറഞ്ഞതിൻ്റെ ആർക്കും മുഖ്യമന്ത്രി ഏത് പത്രക്കാരോട് വന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവും. പിന്നെ എന്താ മുഖ്യമന്ത്രിയാവും? ആനിരാജയ്ക്ക് മാത്രമേ പറ്റുള്ളൂ മന്ത്രിയാവും. ഏതോ ഒരു ഡിബേറ്റിൽ അവർ പറഞ്ഞാൽ. അപ്പോൾ അതേപോലെയാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു വിഷൻ വേണം. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ക്ലാരിറ്റി വേണം. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ പറ്റി അറിഞ്ഞിരിക്കണം. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ വേണം. നിങ്ങൾ ചവിട്ടി വയ്ക്കുന്ന ഭൂമി എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ സിസ്റ്റത്തെ ചലിപ്പിക്കാൻ അറിയണം. സിസ്റ്റത്തിൽ ഒരു പേടി ഉണ്ടാക്കാൻ പറ്റണം, ബഹുമാനം ജനങ്ങളിൽ നിന്ന് നേടാൻ പറ്റണം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പിണറായിയാണ്. പിണറായിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ബോധത്തിന് രക്ഷപ്പെടുത്തിയ പിണറായിയാണ്. ഈ സമരം മതി ഇതും പറഞ്ഞ് അങ്ങനെ മുഖ്യമന്ത്രി ആയപ്പോൾ, പാർട്ടി സെക്രട്ടറി ആയപ്പോൾ. അതല്ലാതെ ഇവന്മാർ തോന്നിയാസായിരുന്നില്ല എവിടെയും. അതിനൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി ആയപ്പോൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് വലിയ പരിധി വരെ. ട്രേഡ് യൂണിയൻസും കൊണ്ടായി, ട്രേഡ് യൂണിയൻ മുമ്പ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആപ്പാടെ SFനെ ഉണ്ടായിച്ചല്ലേ ഇപ്പോൾ ഉള്ളൂ. അതൊന്നുമില്ല. ട്രേഡ് യൂണിയൻസിന്റെ ഗുണ്ടായിസം എവിടെയൊക്കെ നമുക്ക് കാണാം. ഇതൊന്നും ആയിരുന്നില്ല ലിയോയുടെ കുട്ടികളൊക്കെ എന്തായി? പിന്നെ മനോരമയുടെ സ്ഥിരം കാർട്ടൂൺ കണ്ടല്ലോ മീശക്കാരൻ കോളേജ് പഠിക്കുമ്പോൾ. അതൊന്നും ഇപ്പോൾ കണ്ടില്ല. പിണറായിന് പേടി അവർക്കുണ്ടായി. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു.
കാരണം ഇങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സന്തോഷിപ്പിക്കാൻ നിൽക്കില്ലല്ലോ. ഇതാണ് സതീഷ്. പക്ഷേ എങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ജനങ്ങളോടൊക്കെ നമ്മുടെ മൂപ്പര് ജനങ്ങളെ കാണുന്നത് എന്താണ്, ഒരു ഭരിക്കപ്പെടേണ്ടവരായിട്ടാണ്. പിണറായി ആ ചിരിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ഒരു കാര്യം ആളുകൾ ശോഭിക്കുക, പിന്നെ പറയുന്നത് പലപ്പോഴും ഒരു ആത്മവിശ്വാസ കുറവുണ്ട്, ഒരു ഡിബേറ്റിന് പോകാനുള്ള ആത്മവിശ്വാസ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭിച്ച് മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്ക് ഭീഷണി എന്ന് തോന്നുന്നുണ്ട് ആ പിള്ളേരെ തല്ലിച്ചതച്ചത്. മൂപ്പര് കയറ്റി അല്ലെ ഈ ഇസഡ് കാറ്റഗറി പോകുന്ന ഒരാളെ ആൾക്കെതിരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെടിവെക്കാൻ അവകാശമൊക്കെ ഉണ്ട്. അത് സത്യമാണ്. കേരളത്തിൽ ആര് വെടിവെക്കാൻ പോകുന്നു? അവർ ഈ കൊടിയും കൊണ്ടുപോയി അതാണ്. അല്ല, ടെക്നിക്കലി പറ്റും. ഇസഡ് കാറ്റഗറി പോലുള്ള ആളിപ്പോൾ ഒരു പ്രസംഗം നടക്കുക, വേദി നടക്കുകയാണ്, ഇസഡ് കാറ്റഗറിയുള്ള ഒരാളാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ മോഹൻ ഭാഗവതാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ആ വേദിയിലുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ചാടി എണീറ്റാൽ ആ പോലീസുകാരൻ നിൽക്കുന്നത് എന്താണ്, സ്റ്റെൻഗണ്ണിൻ്റെ മുകളിൽ വിരലും വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആ നിമിഷം അയാൾ നിങ്ങളെ ഷൂട്ട് ചെയ്ത് അയാൾക്കെതിരെ ഒരു ആക്ഷനും വരില്ല. ഉണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഭീഷണി ഇല്ലാന്ന് നമുക്കറിയാമല്ലോ. ഇനി പയ്യന്മാർ ഈ കൊടിയും വെച്ചുകൊണ്ടെന്നില്ല. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് മൂപ്പർക്കും വേണ്ടിയിരുന്നു, മൂപ്പരുടെ ഈ സെക്യൂരിറ്റി ഗാർഡിന് വേണ്ടി, പാർട്ടിക്കാർക്കും വേണ്ടിയിരുന്നു. DYFIക്കാരാ രക്ഷാപ്രവർത്തനം നടന്നത്. രക്ഷാപ്രവർത്തനം നടത്തി നിങ്ങൾ പിടിച്ച് മാറ്റിക്കോ, നിങ്ങളാരെ ഈ പൂച്ചട്ടി കൊണ്ട് അടിക്കേ, മനസ്സിലായോ? അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് ഈ നെഗറ്റീവ്സ് ഇല്ല. ഓക്കെ, പറയുന്നതിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. അല്ല, ആ ഒരു ചേഞ്ച് സതീശനിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സതീശൻ രണ്ട് കാര്യങ്ങളാണ്. സതീശൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭരണവൈദ്യം ഇല്ല എന്നുള്ളൂ. സിസ്റ്റം എങ്ങനെ ചലിപ്പിക്കണം സതീശൻ നന്നായിട്ട് അറിയാം. സതീശൻ്റെ അനുയായി ആയിട്ടാണ്, സതീശനല്ല മറ്റേ ശബരിനാഥൻ്റെ അച്ഛനല്ല കാർത്തികേയൻ്റെ അനുയായി ആയിട്ടാണ് മുമ്പ് കോൺഗ്രസ്സിൽ വരുന്നത്. കാർത്തികേയൻ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഏതോ ബോർഡിൻ്റെയൊക്കെ ചീഫോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. പിന്നെ വളരെ കാലം നിയമസഭാ സാമാജികനായിരുന്നു. വളരെ മികച്ച സാമാജികന്മാരും മന്ത്രിമാരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന മൂപ്പര് വളരെ അടുത്തുനിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കറക്റ്റ്. പിന്നെ പറയുകയാണെങ്കിൽ മൂപ്പര് എതിരാളി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് എന്തോ മണി ഈ ചെയിൻ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം പറവൂർ പോയത്. അത് ശരിയാണെങ്കിൽ പോലും അതൊരു മണി മാനേജ്മെൻ്റ് ആണ്. അത് സ്വന്തമായി കാശ് ആളുകളെ പറ്റിക്കാതെ സ്വന്തമായി കാശുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ള രീതിയാണ് മൂപ്പര് ആദ്യം അപ്രോച്ച് ചെയ്തത്. അത് ശരിയാണെങ്കിൽ എനിക്കറിയില്ല ശരിയാണെന്നുള്ളത്. ഈ മണി ചെയിൻ മണി ചെയിൻ എന്ന് വെച്ചാൽ അന്ന് പലരും ചെയ്തിട്ടുണ്ട്. അത് മുകളിലുള്ള തട്ടിച്ചാൽ സതീശൻ എന്ത് ചെയ്യണം? സതീശൻ ഒരു വിക്ടിമാണ്. അതാണ് സതീശനെതിരെ അവർ ആയുധമായി ചില ആളുകളൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ സതീശന് എങ്ങനെ മണി മാനേജ്മെൻ്റ് അറിയാം, മണി എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് അറിയാം, എങ്ങനെ സിസ്റ്റത്തെ ചലിപ്പിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ചലിപ്പിച്ചിട്ടുണ്ട്. ഭരണപരിചയം ഇല്ലാന്നേ ഉള്ളൂ. ഈ പുറത്തുനിന്ന് കളി കാണുന്നവരുണ്ടല്ലോ പലപ്പോഴും ഈ ഉള്ളിൽ നിന്ന് കളിക്കുന്നതിനെക്കാളും കേമനായിരിക്കും. കാരണം ഈ കളിക്കുന്നവനെ നെഗറ്റീവ് അവനറിയാം. ഓക്കെ. അപ്പോൾ കളിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രാക്ടീസും കൂടി ചെയ്യുന്നുണ്ട്, അവനെ പിടിച്ചാൽ കിട്ടുക. അല്ല, എനിക്ക് ഉള്ള പരിചയം എന്ന് വെച്ചാൽ 2005 മുതൽ ഞാൻ ഇദ്ദേഹത്തോട് ടെലിഫോണിലും മറ്റും സംസാരിക്കുന്നുണ്ട്. മറ്റ് ചില നേതാക്കളുടെ ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. അതായത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കും. അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കില്ല, എന്തെങ്കിലും പറയില്ല, കാര്യമാത്ര പ്രസക്തമായി കൃത്യമായി കാര്യങ്ങൾ പറയും. പിന്നെ കാറ്റുള്ളപ്പം വെള്ളം ഇറക്കാൻ അറിയാം. അത് ശരി. അത് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ കോൺഗ്രസിൽ ഈ ശക്തി ചേരികളൊക്കെ നിന്നപ്പം ഈ പറയുന്ന KC വേണുഗോപാലും ഒക്കെ ഇയാളിട്ട് ഇയാളെ ഭീഷണിയാണ്. ബുദ്ധിയുള്ളവന്മാരെ അല്ലെങ്കിൽ വിവരമുള്ളവന്മാരെ രാഷ്ട്രീയത്തിൽ യുവമാർക്ക് സഹിക്കാൻ പറ്റിയല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ടല്ലോ റോജിക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷേ റോജി എന്താ, എവിടെ റോജിനെ കാണുകയില്ല. റോജി വളരെ പാസീവായിട്ട് അണ്ടർഡോഗായിട്ട് നിൽക്കും. പക്ഷേ റോജിയെ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങൾ പിന്നെ സാമുദായികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നെഹ്റു കുടുംബമായിട്ട് അങ്ങനെയുള്ള ബന്ധമായിരിക്കാം. അതുകൊണ്ട് മാത്രമേ റോജി രക്ഷപ്പെട്ടത്. കാരണം റോജി ഒരു അണ്ടർഡോഗ്. റോജിക്ക് ഈ കഴിവെല്ലാം ഉണ്ട്. ഒരുപക്ഷെ റോജി ഭാവി കേരള മുഖ്യമന്ത്രിയാണ്. ഇത്രയും കാലം പൊളിറ്റിക്സ് ഉണ്ടായിട്ട് റോജി ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, ഒരാളെ കൊണ്ട് നെറ്റി വിളിപ്പിച്ചിട്ടില്ല. റോജി മന്ത്രിയാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പോകുന്ന ഒരാൾ ഞാനാണ്. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇവർക്ക് പേടിയാണ്. ഇവർ രാഷ്ട്രീയക്കാരെ പെട്ടെന്ന് തിരിച്ചറിയും. ഇവരുടെ ശത്രുവാൻ സാധ്യതയുള്ള ആളുകൾ രാഷ്ട്രീയക്കാരും സിനിമക്കാരും പെട്ടെന്ന് തിരിച്ചറിയും, എന്ന് ചവിട്ടിക്കളയും. അങ്ങനെ ചവിട്ടിയിട്ടതാണ്. ആ ചവിട്ടിയിട്ടെന്ന് ഇദ്ദേഹം പിടിച്ചു കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ CPM-ലാണെങ്കിൽ ഇങ്ങനെ വായനയെ എഴുത്തും അങ്ങനെ സെൻസിബിലിറ്റി ഉള്ള MA ബേബിയാണ്. ബേബിയാണ് സെക്രട്ടറി എങ്കിൽ പലരും കൊള്ളാവുന്ന പലരും ഈ പാർട്ടിയിൽ ഉണ്ടാവുകയായിരുന്നു. പിണറായിക്ക് ചെയ്യുന്നവരോട് പുച്ഛാണ്, അങ്ങനെ നെഗറ്റീവ് വരും ഒപ്പരാണ്. പിന്നെ വേറൊന്ന് P. രാജീവാണ്, എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ ഉള്ളു. സ്വരാജ് ഇപ്പോൾ എഴുത്തും വായനയൊക്കെ അഭിനയിക്കുന്നതാണ് എനിക്ക് തോന്നി. അതിൻ്റെ സെൻസിബിലിറ്റി ഞാൻ സ്വരാജ് കണ്ടിട്ടില്ല. തീർത്തും ജനങ്ങളെ എന്താണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ മറ്റേ ബാലൻ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എഴുത്തും വായനയുള്ള ആളാണ്. അതിൻ്റെ ഗുണം ബാലനുണ്ട്. പക്ഷെ ഇവരൊന്നും CPM മെയിൻ ലീഡർമാരാവുന്നില്ല. അതാണ് ഒരു കാര്യം.
അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ ഇങ്ങനെയുള്ള ഒരാൾ, CPIയിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ആൾ, പിന്നെ നമ്മുടെ പന്നേനൊക്കെ പന്നേനെ ഇൻഡെപ്ത് റീഡിംഗ് ഒന്നുമില്ല. CK ചന്ദ്രപ്പൻ ഇൻഡെപ്ത് റീഡിംഗ് ഉണ്ടായിരുന്നു. കാനൻ രാജേന്ദ്രൻ നല്ല ധാരണ ഉണ്ടായിരുന്നു. കാനൻ അവസാനം ചില സമ്മതങ്ങൾ പെട്ടുപോയത് മാത്രമാണ്. പിന്നെ കാനത്തിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. പിന്നെ മുമ്പുള്ള ബൽറാം, അതുപോലെ തന്നെ അച്യുതമേനൊക്കെ ആ ടൈപ്പ് ആളുകളായിരുന്നു. കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള അവശേഷിക്കുന്ന ഒരാളായിരുന്നു ഈ ശബരീൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ് എൻ്റെ ശബരി കാഫ്ക വായിക്കുന്നത്. ഓക്കെ. അപ്പം കാർത്തികേയൻ്റെ ഇവർ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. അങ്ങനെയാണ് കാർത്തികേയൻ്റെ കൂടെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം അന്ന് കൃത്യമായിട്ട് ആരാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആര് വഴിയാണ് മുന്നോട്ട് വന്നത് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തെ മന്ത്രി ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് അന്തരീക്ഷത്തിൽ കത്തിയുന്ന കാര്യമാണ് പ്രകൃതി. ബിനോയ് വിശ്വം, അതുപോലുള്ള ആളുകൾ, VS അച്യുതാനന്ദൻ, ഇവരെല്ലാം പ്രകൃതി ഭയങ്കര സംഭവമായി കൊണ്ടുവരികയായിരുന്നു. ഹരിത MLA അവരുടെ തലവനായി. അതെ, അവരുടെ തലവനായി. പിന്നെ അപ്പം ഇതൊക്കെ അങ്ങനെ കഥയായി. പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആവുമെന്ന് ആരും പ്രതീക്ഷയില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും ആരും പ്രതിപക്ഷ നേതാവാകില്ല. അതിന് പിന്നിൽ ഒരു ഗെയിം ഉണ്ടാവും. പക്ഷേ ഈ ഗെയിം നടക്കുന്ന ഒരു വിവരം ഇങ്ങനെ പുറത്തു കൊടുത്തിട്ടില്ല. അല്ല വെറുതെ ഒരു ദിവസം സുപ്രഭാതം പിടിച്ചൊന്നും ആരും ആരെയും ആക്കില്ല. അത് ഇന്ദിരാഗാന്ധിയൊക്കെ ചില പ്രസംഗം ഇഷ്ടപ്പെട്ട് ചില ആളുകൾ കേന്ദ്രമന്ത്രിമാരാക്കിയിട്ടുണ്ട്. അതല്ല ചെയ്യില്ല. ഇത് ഗെയിം പ്ലാൻ ഉണ്ട്, അത് മൂപ്പർ ചെയ്തു. ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇങ്ങേര് ഈ കയ്യടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. എല്ലാം പഠിച്ച് വളരെ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൂ. പിണറായി വിജയനോടൊക്കെ പല വേദിയും തമാശയൊക്കെ പറയുന്നത് കാണാം. എന്നാ പറയേണ്ടത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നിട്ടും ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഈ ഇലക്ഷൻ പ്രചാരണത്തിനിടെ ഇയാൾ പറഞ്ഞു ഞാൻ മിക്കവാറും വനവാസത്തിന് പോകേണ്ടി വരും. ഇത് ഇയാൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആര്? കേസി പറഞ്ഞു ഞാൻ മത്സരത്തിലേ ഇല്ല, ഞാൻ മുഖ്യമന്ത്രി ആളെ പിന്നെ ആ മത്സരത്തിലേ ഞാനില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഒരു അന്നപ്പം രംഗത്ത് വന്നു. ഇയാളെന്താ പറഞ്ഞത്? ഇയാൾ വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ ഇയാൾ തോന്നുന്നത് ഞാൻ മിക്കവാറും വനവാസത്തിന് പോകേണ്ടി വരും. ഇതാണ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എത്തിച്ചെടുത്ത ഒരു വിശ്വാസം. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിനെയും സ്വാധീനിച്ചു തുടങ്ങി. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് ശക്തൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ജനം ആരുടെ കൂടെയാണ്? ഇയാളുടെ കൂടെയാണ്. അപ്പം പതുക്കെ മുഖ്യമന്ത്രി ആയതോടുകൂടി അത് വളരെ ശക്തമായി. ഈ പറയുന്ന മാത്യു കോയനാടനൊക്കെ അത് ചിന്തിക്കേണ്ടില്ല. മാത്യു കോയനാട് സ്ഥിരം ചിന്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ പണ്ട് വയലാദേവീൻ്റെ കൂടെയായിരുന്നു, പിന്നെ സുധീരൻ്റെ കൂടെയായിരുന്നു, പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെ കൂടെ, ഇപ്പോൾ ഏതാണ് കേസിൻ്റെ കൂടെയാണ്. ഇവരൊക്കെ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. സന്ദീപ് വാര്യരെ പറ്റി ഇപ്പോൾ കേൾക്കാനേ ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവരെല്ലാം മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു റാലിയും പോയിന്റിലേക്ക് മറ്റുള്ളവരിലേക്ക് പോയി എൻ്റെ കൂടെ കൂടൂ എന്ന് സമ്പത്തോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ മസിൽപ്പാവും കൊടിസുനിനെയും കാണിച്ച് പേടിപ്പിക്കുകയല്ലാതെ മറ്റുള്ളവരെ തൻ്റെ ഗുണങ്ങളും ശക്തിയും കണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്ന കാന്തം പോലെയാണ് സതീശൻ. ഓക്കെ. ഇങ്ങനെ ഒരാൾ വേറെ ഉണ്ടായിരുന്നു. ഇത് ആന്ധ്രാപ്രദേശിൽ മരിച്ചുപോയ റെഡ്ഡി, ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛൻ രാജശേഖർ റെഡ്ഡി. ഇയാൾ ഇങ്ങനെ ആളായിരുന്നു. ഇയാളെ സതീശൻ്റെ പാത്ത് വളരെ രണ്ടുപേർക്ക് മുന്നിൽ കഷണ്ടി ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഏതാണ്ട് ഒരേ കളറാന്നുള്ളത് മാത്രമല്ല, ഇവർ തമ്മിലുള്ള സാമ്യം വളരെ ശക്തമാണ്. രണ്ടുപേരും ഒറ്റയാന്മാരായിരുന്നു. ഈ സംസ്ഥാനത്തിന് പുറത്ത് വരാനും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അയാൾ എന്നിട്ട് ആ 2004 UPA ഭരണം വരാൻ കാരണം പ്രധാനപ്പെട്ട 40 സീറ്റാണ് അവിടെ പിടിച്ചു കൊടുത്തു. പിന്നെയും പിടിച്ചു കൊടുത്തു. കറക്റ്റ്. അവസാനം റിലയൻസുമായിട്ട് ഒതുക്കി ഈ സതീശനെ പോലെ ഇയാൾ വിട്ടുവീഴ്ച കഴിയാറില്ല. റിലയൻസുമായിട്ട് കാവേരി ബേസിൻ്റെ ഓയിൽ പിന്നെ ഓയില്ല ഗ്യാസ് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അപകടത്തിൽ മരിക്കുന്നത്. അപകടമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടില്ല. നമ്മളിപ്പം പോകേണ്ടത് നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ ഈ മോന ഗുണമൊന്നുമില്ല. മാത്രമല്ല ഇയാൾ ഈ പറയുന്നതിന് അതിൽ ഇവാഞ്ചലിസ്റ്റാണ്. വിജയിനെ പോലെ ഇവാഞ്ചലിസ്റ്റുകൾ കളിക്കാനും നിന്നിട്ടില്ല. അയാൾ എല്ലാവരുടെയും റെസ്പെക്റ്റ് കമാൻഡ് ചെയ്തിരുന്നു. കറക്റ്റ്. എന്നാൽ ചെറുക്കം വന്ന് ഇയാളുടെ സഹതാപതരംഗത്തിൻ്റെ പുറത്താണ്. ഒന്നുമില്ല അഴിമതി ആരോണം ഉണ്ടായിരുന്നു. ഇയാൾ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. സതീശന് ഇയാളും നമ്മൾ സിമിലാരിറ്റി വളരെ ശക്തമാണ്. ഓക്കെ. അപ്പോൾ സതീശൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ സംഭവമുണ്ട്. നന്നായി കളിക്കുന്ന കളിക്കാരെ ചിലപ്പോൾ ചവിട്ടിക്കളയും. അങ്ങനെയാണ് മാധവ് സിംഗ് സോളങ്കിയെ ചവിട്ടി. പിന്നെ ഗുജറാത്തിൽ ഇതുവരെ രക്ഷപ്പെട്ടില്ല. കരുണാകരനെ ചവിട്ടി കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകേണ്ടതായിരുന്നു. ഈ മൈനോറിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ പിടിച്ചു നിന്നതാണ്. അങ്ങനെ ഹൈക്കമാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത കരുണാകരനെ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഫേസ് സതീശനായിരിക്കും. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ പലതും പറയും. ചക്രം കറക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാകമാണ് മദ്യം. ഇതിനൊന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ വലിയ ടാക്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പലപ്പോഴും ഈ കമ്പനികൾക്ക് പ്രോഫിറ്റബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രധാനം ഈഴവരെ സഹായിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. വലിയ ഈ ബാറുകളും എല്ലാം തന്നെ സിറിയൻ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസാണ് നടത്തുന്നത്. ഈഴവരാണ് ചെറിയ 2 സ്റ്റാർ ബാർസ് നടത്തുന്നത്. ഈ ബ്രൂവറീസിനൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഗുണം കിട്ടാൻ പോകുന്നത് ബേസിക്കലി അവർക്കാണ്. ഇത് സതീശൻ്റെ വേറൊരു പ്ലാൻ കൂടിയാണ്. ഇത് വെച്ചുകൊണ്ട് CPM-നെ LDF-നെ കഴിഞ്ഞ ഭരണത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈഴവരുടെ അപകാരികളാണ്. എന്തുകൊണ്ടാണ്? അതിന് ഗുണം വന്നിട്ടുണ്ട്.
അപ്പോൾ ഈഴവരെ കോൺഗ്രസിലേക്ക് പിടിക്കാൻ മറ്റൊരു വഴിയില്ല. ഈഴവർ മൊത്തം മദ്യപാനികളാണെന്നല്ല, മദ്യക്കച്ചവടക്കാരല്ലാതെ. പക്ഷേ ആ സമുദായത്തിലെ പലരും ഈ താഴെത്തട്ടിലുള്ള ഷാപ്പുകൾ നടത്തുന്നുണ്ട്. മദ്യനിരോധനം വന്നപ്പോൾ വലിയൊരു അടി കിട്ടിയ അവർക്കായിരുന്നു. പട്ടച്ചാര നിരോധിച്ചപ്പോൾ അവർക്കാണ് അടി കിട്ടിയത്. കാരണം ഈ താഴെത്തട്ട് നടത്തുന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ സതീശനിട്ടൊരു ബൈറ്റാണ്. കാരണം ഈഴവരെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സതീശനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സതീശൻ്റെ ബേസ് സ്ട്രോങ് ആകുമ്പോൾ ഹൈക്കമാൻഡിന് സതീശനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിക്കും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും എല്ലാം തന്നെ ഇത് ആവശ്യമായിട്ട് വരും. അല്ലാണ്ട് സുധീരനൊക്കെ എന്തും പറയാം. സുധീരനാണ് 2014 ഉമ്മൻചാണ്ടി സാറിന് കിട്ടേണ്ട പറഞ്ഞ ഇല്ലാതാക്കിയത്. അത് കാര്യമാക്കണ്ട. അങ്ങനെ സുധീരൻ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ സഹായിച്ചു എന്ന് വിചാരിച്ച നിലപാടുകൾ സംസ്ഥാനത്തിൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് സതീശൻ തയ്യാറല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മദ്യം കുറച്ച് അവൈലബിൾ ആയി ഞാൻ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാരെ സപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ എതിർക്കും നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുക? IS പോലുള്ള സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ തൽക്കാലം നമുക്ക് അതിലേക്ക് ആളുകളെ പോകാതെ എന്നാൽ ഇസ്ലാമിസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലാതെ നിൽക്കുന്ന ടീമാണ് ഇവന്മാർ. അപ്പോൾ നമ്മൾ ഇവന്മാരൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ഇവന്മാർ പോയി അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ അവരെ നോക്കിയാൽ മതി. IS അവാർഡാണല്ലോ. അതേപോലെ ഈ മയക്കുമരുന്ന് വളരെ വ്യാപകമാകുമ്പോൾ അതിനൊരു മരുന്ന് ഈ കള്ളാണ്. അല്ല, വേറൊരു സംഭവം, എൻ്റെ ഒരു അഭിപ്രായം, ഈ കള്ള് ഷാപ്പുകളെ കുറേ കൂടി പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കള്ള് ഷാപ്പുകളും ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളും തമ്മിലുള്ള നിബന്ധന വെച്ച് നോക്കുമ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് 200 മീറ്ററാണ് ആ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് കള്ള് ഷാപ്പുകൾക്ക് 400 മീറ്ററാണ്. അത് അഡ്രസ്സ് അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഈ വകുപ്പ് കാര്യം ചെയ്യുന്ന ആലപ്പുഴ എന്നുള്ള ഒന്നാം തരം ഈഴവനാണ് ലിജു. അതെ, ലിജു ഒരു ഈഴവൻ എന്ന് പറയുമ്പോൾ ഈഴവ കുറ്റം തോന്നുന്നത്. ലിജുവിൻ്റെ വേറെ കാര്യം ഇത് നല്ല വായനാ ഗുണമുണ്ട്. ഓക്കെ, നല്ല ദാനുള്ള ആലപ്പുഴ എന്ന് വെച്ചാൽ ഈ അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നത്. കള്ള് അവിടെ ഒരു മദ്യമല്ല. മദ്യം അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുക അവിടെ. അങ്ങനെ കള്ള് അവരെ ഒരു മദ്യമായിട്ട് നേറ്റീവായി കാണുന്നില്ല. നീ എവിടെ പോയിരുന്നു? ഷാപ്പിലാണെന്നൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രാൻഡ് ഷാപ്പ് പോലെ കള്ള് ഷാപ്പിലാണ്. കള്ളും കറിയും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളാണ് ആര്? ലിജു. ലിജുവിൻ്റെ വേറെ കാര്യം, ലിജു നല്ല വായനയും ധാരണയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ OG ലിജു അങ്ങനെ ഈ മിനിസ്ട്രിയിലുണ്ട്, സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് ഇക്കോണമിക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അതിനിടയ്ക്ക് ഊന്നൽ അല്ല, അതിൽ ഞാൻ കാര്യം പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ ഫിഷ് മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മത്തി, അയില പോലെയുള്ള ചെറിയ മീനുകളിൽ നിന്ന് ഈ പിന്നെ പല ലാസ്റ്റ് ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങൾ, റെഡിമെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റ് കൊണ്ടുവന്നിരുന്നു. MLA ഓഷൻ അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ MLA ഓഷൻ താമസിക്കുന്ന സമയത്ത് ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. നല്ല ടേസ്റ്റുള്ള വടയും അതും ഇതൊക്കെ കിട്ടിയിരുന്നു. അത് MLA ഓഷനിൽ തന്നെ അവർ അതിൻ്റെ ഔട്ട്ലെറ്റ് തുറക്കും, കേരളത്തിൽ മൊത്തം ഔട്ട്ലെറ്റ് തുറക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഐറ്റംസ് കിട്ടിയായിരുന്നു. പക്ഷേ ആ സാധനം പിന്നെ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് LDF ലോഞ്ച് ചെയ്തില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ, അതവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ കുടുംബശ്രീക്കാർ പിന്നെ അട്ടപ്പാടിയിലൊക്കെ ഉള്ള വയനാട്ടിലെ കുടുംബശ്രീക്കാർ നമ്മളെ മധുരക്കിഴങ്ങ് കൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് എത്തി തുടങ്ങി. പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ മാർക്കറ്റ് എത്തുന്നില്ല. ഈ ഫിഷ് മെയ്ഡിന് എന്ത് സംഭവിച്ചു? ഒരുപാട് കാശ് മുടക്കിയതാണ്, പക്ഷേ മാർക്കറ്റിൽ അത് വന്നിട്ടില്ല. ഇടയ്ക്ക് നീര എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം, അത് ഭയങ്കര ചിലവായിരുന്നു. 30 രൂപയൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ വെച്ചിരുന്നു. അതിന് കൊയാസ് അത് പിന്നെ ഭയങ്കര ചിലവായിരുന്നു. അതും ഇപ്പം കാണുന്നില്ല. അപ്പോൾ ഇത് തുടങ്ങിയാൽ മാത്രം പോരാ, കണ്ടിന്യൂറ്റി വേണം. അതെ, നീരാ കിയോസ്കുകളൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതെ അന്താരാഷ്ട്ര വിപണിയിൽ വരെ എത്തിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ അന്താരാഷ്ട്രം വേണ്ടെന്ന് എന്തിനീ അന്താരാഷ്ട്രം സായിപ്പിന് നോക്കുന്നത്? നമ്മളെവിടെ തന്നെ അല്ലേ വിപണിയാണ്. ഓക്കെ, അപ്പം ഞാനും എൻ്റെ അളിയനൊന്നും കള്ളുകൂടി മറന്നില്ല. ഞങ്ങൾ കള്ളുടിക്കില്ല, രണ്ടുപേരും കുടിക്കില്ല. പക്ഷെ ഞങ്ങൾ നീര കഴിക്കായിരുന്നു. കാരണം ആൽക്കഹോൾ മാറ്റി, ഞങ്ങൾ ആറാമല്ല, ആൽക്കഹോൾ മാറ്റിയിട്ടുള്ള കള്ളാണത്. ഓക്കെ, മനസ്സിലായില്ലേ? അത് ശരി. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇത് രണ്ടും കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. ഇത് രണ്ടും കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അവർ പിന്നെ കണ്ടിന്യൂറ്റി LDF ഗവൺമെൻറ് സമയത്ത് ഉണ്ടായിട്ടില്ല. ഓക്കെ, സതീശൻ്റെ ഒരു വിഷയത്തിൽ അത്തരത്തിലൊരു വിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വിഷനുണ്ട്. അത് സതീശൻ ഈ ഫിഷ് മെയ്ഡിനെ പറ്റി സതീശൻ പറഞ്ഞാൽ കിട്ടുക. സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ട് ഈ വിഷയങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മണ്ണൊരുക്കാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അനാവശ്യമായ സംസാരമല്ല, അതേസമയം തന്നെ സംസാരിക്കാത്ത ആളുകൾ വെറുപ്പിക്കുന്നുമില്ല. ഓക്കെ, സോ ഫാർ സോ ഗുഡ്. പിന്നെ ഈ തിരുവനന്തപുരത്ത് വെള്ളരിപ്പാവുകൾ കണ്ടവനെ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തുള്ള സകല കാര്യവും സാധിച്ചു കൊടുക്കുന്നത് ടീംസ്. അതെന്താണ്? ഈ വൈറ്റ് നിന്ന് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, പോക്കറ്റ് 500 രൂപയുടെ നോട്ടുണ്ടാവും. ആ ടീമിനൊന്നും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇവർ വല്ല അവിടെ നിന്ന് പൈസയൊക്കെ വേണ്ടി സാധിച്ചു കൊടുത്തില്ല, അവസാനം ഗവൺമെൻറ്റിന്. അല്ല, ഇതിപ്പോൾ നമ്മൾ സതീശനിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെ? കാരണം അദ്ദേഹം
പല നേതാക്കൾ നമ്മൾ വി എസിനെ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ അത് പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഉദ്യോഗസ്ഥരോടാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണെങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണെങ്കിലും ആ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയാണ് ഇട്ടിരുന്നത്. പക്ഷേ വി ഡി സതീശൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിന് ഉള്ളിലേക്ക് CPM അല്ലാത്തതുകൊണ്ടാണ്. അതാണ് വി എസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പാർട്ടീനെ ഇവർ പിടിച്ചടക്കി. വി എസിന് വേണം അതിനെ പൊളിക്കാമായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി. പക്ഷേ വി എസ് ഒരിക്കലും അത് പൊളിക്കാൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ ജോസഫ് സി മാത്യുവിൻ്റെ ഭാഷ പറഞ്ഞാൽ വി എസിൻ്റെ കുടുംബം സമ്മതിച്ചില്ല. അതുകൊണ്ട് കേരളത്തിന് തന്നെ നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു. പിന്നെ ഒരു എന്താണ് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടെന്ന് ഒന്നാമത്തത്. പിന്നെ ചിലതൊക്കെ നമുക്ക് സഹിക്കേണ്ടതായിട്ടും വന്നു. അതെ. അപ്പം അതാണ്. അപ്പം വി എസിന് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ പാർട്ടിയൊന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സംവിധാനം വെച്ചാൽ വളരെ ലൂസാണ്. നിങ്ങൾ ശക്തരാകുമ്പോൾ പാർട്ടി നിങ്ങളിലേക്ക് എത്തും. ഇപ്പം ഈ വേണുഗോപാലൊക്കെ എന്നോട്ടാണ് നേതാവായത്. വേണുഗോപാൽ ഡൽഹി രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ആളായപ്പം വേണുഗോപാൽ ശക്തനായി ആളുകൾ വേണുവിലേക്ക് അടുത്തു. അത്രയേ ഉള്ളൂ. അതുപോലെ അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല, ജനങ്ങൾക്ക് കുറച്ചുകൂടി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഓക്കെ. അതുകൊണ്ട് വി എസിൻ്റെ ഈ പറയുന്നത് പോലെയുള്ള ബലഹീനത ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല. വി എസിൻ്റെ ഒന്നാമത്തെ ബലഹീനത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പാർട്ടി ഉപരിയായി ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയായി ഇരിക്കാൻ വേണ്ടിയിരുന്നു. വി എസ് മുഖ്യമന്ത്രി ആവാതിരുന്നാൽ മതിയായിരുന്നു. വി എസിന് ഇമേജ് ഒന്നും കൂടി വലുതാകുമായിരുന്നു. ഒരു വർഷം മുഖ്യമന്ത്രി എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇവർ സമ്മതിക്കുന്നത് രാജിച്ചു പോയത്. മുപ്പത് മരിക്കുന്നതിനെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നു. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ വനവാസത്തിന് തീരുമാനിച്ച ആളാണ്. പക്ഷെ അത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സതീശൻ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ സതീശൻ അടുത്ത ഞാൻ പറഞ്ഞ പൃഥ്വിരാജാവും. ശരിയാണ്. അതാണ് കാര്യം. അത് അവർക്ക് മനസ്സിലായി. അതാണ് റാലിയും പോയിന്റ് ആയിട്ട് മാറും. അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ പോകുന്ന അവസ്ഥ. ഒരു പൈഡ് പൈപ്പർ ഇഫക്റ്റ്. സതീശനെതിരെ എന്തെങ്കിലും ഉണ്ട് ഇപ്പോഴേക്ക് അവർ കത്തിക്കേണ്ടതായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭയിൽ CPM-ഉം അതിനുശേഷം കോൺഗ്രസിലെ ഇവരെ എതിർ ഗ്രൂപ്പുകാരും കത്തിക്കേണ്ടതായിരുന്നു. കത്തിക്കാത്തതിന് പിന്നെ എന്താണ്? ഒന്നും ഇല്ല എന്നുള്ളതാണ്. എന്താണ് CPM കത്തിച്ചിട്ടുള്ളത്? ഏതൊരു പൈസ വാങ്ങിയ കേസ്. അത് ഒന്നും എല്ലാ എവിടെയും പോയി. ഇത് പൈസ പിടിച്ചേ പുനർജനി അങ്ങനെ തോന്നുന്നു. രണ്ട്, ഈ കോൺഗ്രസിലെ എതിർ ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? ഈ മണി ചെയിൻ സംഭവം അതും ജനം ഏറ്റെടുത്തില്ല. മാത്രമല്ല കേസും ഇല്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കർണാടകയിലേക്ക് ആരെ കാണാനാണ് പോയത്? അപ്പം അല്ല, അങ്ങനെയാണ്. ആരൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആർക്കും എവിടെയും പോയിക്കൂടെ? കാരണം മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചിട്ട് കർണാടക എന്തായാലും പിന്നെ ഈ ജിന്നുകൾ താമസിക്കുന്ന സ്ഥലമാണ്. എന്ത് കടയിൽ നിങ്ങളോടല്ല നാട്ടുകാരോട് വെച്ച് അല്ല, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല. എന്ത് കാര്യം അതില്ലേ? അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളത്തിലാവണ്ടേ? നിങ്ങൾ എന്ത് ഇടയ്ക്ക് അമേരിക്കയിലും ദുബായിലൊക്കെ പോകുന്നു? നിങ്ങളെല്ലാവരും പോകണ്ടല്ലോ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ടെറൈനിലൂടെയാണ് സതീശൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസിന് യാതൊരു കുറവുണ്ടായിട്ടില്ല. ശബ്ദത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ തോട്ടിൻ്റെ ക്ലാരിറ്റി, ഇതെല്ലാം ഇപ്പോഴും അതേപോലെ പോവുകയാണ്. ഇത്രയേറെ എല്ലാവരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഈ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവന് എന്ത് പേടിക്കാനാണ്? മടിയിൽ കനയില്ലാത്തവൻ എന്ത് പേടിക്കാനാണ്? ഇതാണ് ഇതൊക്കെ കാര്യം. ഞാനിപ്പോൾ ചില ആളുകൾ ഇന്നലെ ഒരേ പിണറായിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിങ്ങനെ ഞാൻ ഈ കോൺഗ്രസ് വിഷയം വന്നപ്പോൾ ഞാൻ സതീശൻ്റെ കൂടെ വന്നത്. ഓക്കെ. അത് നിങ്ങൾ എൻ്റെ ഏഷ്യാനെറ്റ് ഡിബേറ്റ് നോക്കി കാണാം. മനസ്സിലാവും. അന്ന് ഞാൻ സതീശൻ്റെ കൂടെ വന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ പിണറായി വിജയനോട് എൻ്റെ സപ്പോർട്ട് എന്തായിരുന്നു? കേരളത്തെ കമ്മ്യൂണിസ്റ്റ് ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പിണറായി. എന്നാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ട് വന്നു അല്ലേ? അല്ല, അത് പിന്നെ രണ്ടാമത് അത് മൂപ്പരെ ചില സ്വഭാവ സവിശേഷതകളും പിന്നെ പാർട്ടിയുടെ സ്വഭാവം കൂടി വെച്ചുകൊണ്ട് വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? മൂപ്പരെ ഭരണം മോശമൊന്നായിരുന്നില്ല. ജനങ്ങൾ ആ ഭരണത്തിനെതിരായിട്ടല്ല വിലയിരുത്തിയത്. ചില ആറ്റിറ്റ്യൂഡുകൾക്കെതിരെയാണ് ജനം വിലയിരുത്തിയത്. പിന്നെ BJP എന്നുള്ള ഭീഷണിക്കെതിരെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. തീയന്മാർ ആറ്റിറ്റ്യൂഡിനെതിരെ വോട്ട് ചെയ്തു, ന്യൂനപക്ഷങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ആറ്റിറ്റ്യൂഡ് പിണറായിയുടെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, പല ചർച്ചകളിലും ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ എല്ലാവരും പിണറായിയാവാൻ ശ്രമിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഇയാളുണ്ടല്ലോ ബാസാനൊന്നും തോൽക്കും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതെ, തീർച്ചയായും. ബാസാന് CPM-യുടെ ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഒരാളാണ്. എല്ലാവരും ചിരിക്കും. ഒരേ സമയം NSSന് SNDP-നെ കയ്യിൽ വെക്കും, അച്ഛന്മാരെ കയ്യിൽ വെക്കും, നമ്മളെ മുസ്ലിംമാരെ കയ്യിൽ വെക്കും. ഇങ്ങനെ നടക്കുന്ന ബാസവൻ എങ്ങനെ തോൽക്കുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നു. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രവും വർത്തമാനവും കോർത്തിണക്കി നോക്കിയൊരു ചർച്ചയിൽ VD സതീശൻ്റെ സവിശേഷതകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ തോട്ട് പ്രോസസ്സും ആക്ഷൻ പ്ലാനുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആത്മാർത്ഥതയുണ്ട്, ആർജവമുണ്ട്.
അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു കാന്തിക ശക്തിയായി കൈവശം വെച്ച് മുന്നോട്ട് പോകുവാൻ വി.ഡി. സതീശന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ചർച്ചയിൽ ഫക്രുദ്ദീൻ അലി ഊന്നി പറഞ്ഞ ഒരു കാര്യം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കേരളത്തിന് ഈ നേതാവിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ നേടേണ്ടതുണ്ട്. ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ എത്തേണ്ടതുണ്ട്. ഇത് ചില ഇടവഴികളിലും ചില സ്ഥലങ്ങളിലുമൊക്കെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള കീ പോസ്റ്റുകളിലും ഇരുന്ന് ആരും തടയാതിരുന്നാൽ മതി, വഴിതെറ്റിക്കാതിരുന്നാൽ മതി. എങ്കിലും ഒരു കാര്യം വേറെ കാര്യമുണ്ട്. ഈ ഹിന്ദു സമുദായ നേതാക്കളോടുള്ള മൂപ്പരുടെ സമീപനം അത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ മൂപ്പർക്ക് പണി കിട്ടും. അതാണ് എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത്. അത് കണ്ടവന്മാർ പറയുന്നതായിട്ട് ഉറഞ്ഞുകൊള്ളാതെ അതൊന്ന് സ്വാഭാവികമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ശക്തനായി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത കോണുന്നായിരിക്കും നിങ്ങൾക്ക് അടി വരിക. ഓക്കെ, അതൊരു NSS SNDP എന്നാൽ അതിനൊരു സംഘടനകൾക്ക് വിയോജിപ്പുണ്ടാണ്. ഈ വികാരം കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഗ്ലോബലി പല കീ പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനകൾക്ക് വേദനിച്ചു എന്ന് തോന്നിയാൽ എല്ലാവരും ഒരുപോലെ കാണാം അവരെ. കാരണം ഞാൻ പറഞ്ഞുതരാം, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നിങ്ങൾ കാണാത്ത പല പ്രമുഖരായ ആളുകളും ചങ്ങനാശ്ശേരിയത്ത് തന്നെ എനിക്കറിയാം. മനസ്സിലായില്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ ഡയറക്ടർ ബോർഡിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, മേനോമാരൊക്കെ, അവരൊക്കെ അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിനെ കാണാൻ വരുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരെ ഒന്നും നിങ്ങൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഇലക്ഷൻ ജയിച്ചു വിചാരിച്ചിട്ട്. തീർച്ചയായിട്ടും. ഏതായാലും സതീശൻ ഇപ്പോൾ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോവുകയാണ്. പല കാര്യങ്ങളും അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അദ്ദേഹം നൽകിയ ആ ഒരു മുന്നറിയിപ്പ് അത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ സംഘടനകളെയും നിങ്ങൾ ഒരുപോലെ കാണൂ. എന്തിന് ഇത്തരത്തിൽ ഒരു അവഗണനാ മനോഭാവത്തോടു കൂടി SNDPയെയും NSSനെയും കാണുന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം ഒരു ഭരണകർത്താവാകുമ്പോൾ അത് SNDP NSS ഈ പള്ളിയിലച്ചന്മാർ നമ്മളെ ആളുകളൊക്കെ ആളുകൾ പൊതുവെ പള്ളിയിലച്ചന്മാർ സംസാരിക്കും, ബിഷപ്പാനെ സംസാരിക്കുമ്പോൾ നോ എന്നവർ പറയില്ല, സൂചിപ്പിച്ചേ സംസാരിക്കുള്ളൂ. ഓക്കെ, പ്രാർത്ഥനാനുഗ്രഹം അത് ഇതെന്ന് പറയും. നമ്മളെ ആളുകളാണെങ്കിലും ആളുകളോട് സലാം പറഞ്ഞാൽ സലാം മടുക്കും. SNDP NSSൻ്റെ രണ്ട് നേതാക്കന്മാരുടെ കാര്യം വെച്ചാൽ ഇവരുടെ എന്താണോ ഇവരുടെ അഭിപ്രായം അത് അവർ വെട്ടി തോന്നുന്നു പറയും. അതവർ ശുദ്ധന്മാരായതുകൊണ്ടാണ്. ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ചുരുക്കം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒട്ടേറെ പദ്ധതികളിൽ ആക്ഷൻ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പ്ലാൻസ് തയ്യാറാക്കി ഇനി അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ എക്സിക്യൂഷൻ കുറ്റമറ്റതാകണം. എങ്കിൽ നമുക്ക് ഈ കടക്കണിയിൽ നിന്നും കരകയറാൻ സാധിക്കും. ഒട്ടേറെ തൊഴിലവസരങ്ങളുണ്ടാകും. കീഴ്മേൽ മറിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കുറേയൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, കുറേയൊക്കെ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്ന ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് പറയുന്നതിൻ്റെ ഒരു വാസ്തവം ഇതാണ്. പിണറായി ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പം ഗവൺമെൻറ്റിനെ പറ്റി ജനങ്ങൾ പൊതുവെ ഹാപ്പി ആയിരുന്നു. ജനങ്ങൾ വെറുപ്പിച്ചതെന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡാണ്. അതെ, അതുകൊണ്ട് ആ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും, ആറ്റിറ്റ്യൂഡ് മാറ്റുകയും ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് കുഴപ്പമില്ല. ആറ്റിറ്റ്യൂഡ് കുഴപ്പമില്ല. ഇപ്പം മന്ത്രിമാരും അങ്ങനെ തന്നെ ഈ അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നവരല്ല. ഇപ്പം ലിജു, ഓജി, അതുപോലെ സിദ്ദിഖ്, ഇവരൊന്നും തന്നെ അർദ്ധരാത്രി കുട പിടിക്കുന്ന ആളുകളല്ല. അങ്ങനെ ആരും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ആ പുതിയ പയ്യനുണ്ടല്ലോ കൊടുങ്ങല്ലൂരുകാരെ, അതെ, ജ്യോതിഷ, ജിനീഷ്, ഇവരെല്ലാം തന്നെ വളരെ ഡൗൺ ടു എർത്ത് ആണ്. അതാണ് വേണ്ടത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പലർക്കും അതാണ് ഇല്ലാതിരുന്നത്. ബിന്ദു ചേച്ചി, പിന്നെ ഷാനിമോൾ ഉസ്മാൻ, പിന്നെ മറ്റേ ടീച്ചർ ഉണ്ടല്ലോ മണികണ്ഠന്റെ ഭാര്യ, പിന്നെ തുളസി ടീച്ചർ, ഇവരെല്ലാം തന്നെ ആളുകൾ വെറുപ്പിക്കാത്ത വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ്. അതൊരു വലിയ പ്ലസ് പോയിന്റാണ്. തീർച്ചയായിട്ടും അത് വേണം. കാരണം നമ്മൾ ജനങ്ങൾ ആരുടെ അടിമകളല്ലല്ലോ. ഈ ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്ത പറ്റിയ ഒരേ ഒരു പ്രശ്നം അതാണ്. നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചവർ നമ്മുടെ ഉടയവന്മാരുമല്ല. അവർ നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ സേവകരായി മുന്നോട്ട് പോകേണ്ടവരാണ്. അത് പൊളിറ്റിക്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അത് കൃത്യമായി അതിൻ്റെ മർമ്മം അറിയാവുന്ന നേതാവാണ് വി.ഡി. സതീശൻ. അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കട്ടെ. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.